ഷുഗർ കട്ട് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ലേ? എങ്കിൽ കാരണം ഇതാണ്. ആരോഗ്യ സംരക്ഷണത്തിനും പൊണ്ണത്തടി കുറയ്ക്കുന്നതിനുമായി ഇപ്പോൾ ഷുഗർ കട്ട് ഡയറ്റ് വൈറലാണ്. മധുര പലഹാരങ്ങളും മിഠായും ഒക്കെ ഒഴിവാക്കി എന്നിട്ടും തടി കുറയുന്നില്ലെന്ന പരാതികളോ ഏറെയാണ്. ഷുഗർ കട്ട് ഡയറ്റ് എന്നാൽ മധുരം ഒഴിവാക്കുക എന്നത് മാത്രമല്ല, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്ന എല്ലാത്തരം ഭക്ഷണങ്ങളും നിയന്ത്രിക്കുക എന്നതാണ്. ദിവസവും കഴിക്കുന്ന പല ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളവയും ശരീരത്തിലെ പഞ്ചസാരയുടെ ലെവൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവയാകാം. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില വിഭവങ്ങളാണ് ഷുഗർ. ഷുഗർ കട്ട് ചെയ്തിട്ടും നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ സാധിക്കാത്തത് എന്താണെന്ന് നോക്കാം. ഒന്നാമതായി അച്ചാർ. അച്ചാറുകൾ ഇന്ത്യൻ ഭക്ഷണശീലത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. എത്ര കറികൾ ഉണ്ടെങ്കിലും സൈഡിൽ കുറച്ച് അച്ചാറില്ലെങ്കിൽ ഭക്ഷണം പൂർത്തിയാകില്ലെന്നതാണ് മലയാളികളുടെ കാഴ്ചപ്പാട്. എന്നാൽ ഈ അച്ചാറുകളിൽ കൂടുതലായി എണ്ണയുടെയും മറ്റു മസാലയുടെയും ഉപയോഗവും നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുക. രണ്ടാമതായി ചമ്മന്തി. നല്ല തേങ്ങാ ചമ്മന്തിയും ചൂട് ദോശയുമെല്ലാം നമുക്കൊരു വികാരമാണ്. ഈ ചമ്മന്തികൾ പോഷണങ്ങൾ അടങ്ങിയതുമാണ്, എന്നാൽ ഇവയിൽ ഷുഗറും അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായി ജ്യൂസ്. കടകളിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസുകളിൽ മധുരം ചേർത്തിരിക്കാം. ഇവയ്ക്ക് പുറമെ പാക്കറ്റുകളിലായി ലഭിക്കുന്ന ജ്യൂസുകളിലും മധുരം അടങ്ങിയിട്ടുണ്ടാകും. ജ്യൂസുകൾ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും കൃത്യമായി വീട്ടിൽ തയ്യാറാക്കുന്ന ജ്യൂസുകൾ കുടിക്കുന്നതായിരിക്കും ഉചിതം. നാലാമതായി പൂരി, പൊറോട്ട, നാൻ മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ട, നാൻ ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലെ ഷുഗർ കണ്ടന്റ് വർദ്ധിക്കാൻ കാരണമാകുന്നതാണ്. രുചിയേറെയുള്ള ഭക്ഷണങ്ങളാണെങ്കിലും ഇവ സ്ഥിരമായി ഭക്ഷിക്കുന്നത് ഷുഗർ ഇൻടേക്കിനെ ബാധിച്ചേക്കാം. അഞ്ചാമതായി വൈറ്റ് റൈസ്. വെള്ള അരി ഗ്ലൈസമിക് സൂചികയിൽ മുന്നിലാണ്. അതായത് വെള്ള അരി അഥവാ ചോറ് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് സാരം. മട്ട അരിയോ ക്വിനോവയോ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യകരമായ ബദലുകളായിരിക്കും.